സങ്കീർത്തനം 124 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങളാത്ത്. അതും 91 സങ്കീർത്തനത്തിലെ ആ വാക്ക് തമ്മിൽ വളരെ കണക്റ്റഡ് ആണ്. കഷ്ടതയിൽ ചേർന്ന് നിൽക്കുന്ന ദൈവം, അങ്ങനെ ഒരു ദൈവം ഉള്ളതുകൊണ്ടാണ് ഈ സംഭവത്തെക്കുറിച്ച് എഴുതുന്നത്. സങ്കീർത്തനം ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: ഇസ്രായേൽ പറയട്ടെ, ഇസ്രായേൽ പറയട്ടെ, കർത്താവ് നമ്മുടെ പക്ഷത്തില്ലായിരുന്നെങ്കിൽ, ജനങ്ങൾ മുഴുവൻ നമുക്കെതിരെ ഉയർന്നപ്പോൾ ദൈവം നമ്മോട് കൂടെ ഇല്ലായിരുന്നെങ്കിൽ, അവരുടെ കോപം നമുക്കെതിരെ ജ്വലിച്ചപ്പോൾ അവർ നമ്മെ ജീവനോടെ വിഴുങ്ങിക്കളയുമായിരുന്നു. ഒന്നും കൂടെ ശ്രദ്ധിക്കുക, ജീവനോടെ വിഴുങ്ങുക. വിഴുങ്ങുക എന്ന് പറഞ്ഞാൽ പാമ്പാണ് ഇരയെ വിഴുങ്ങുന്നത്. വിഴുങ്ങുക എന്ന് പറഞ്ഞാൽ യോനയെ മത്സ്യം വിഴുങ്ങി എന്നെഴുതിയിരിക്കുന്നത്. വിഴുങ്ങി, അപ്പാടെ വിഴുങ്ങി. ഇപ്പോൾ മത്സ്യത്തിൻ്റെ ഉദരത്തിലായി, തിമിംഗലത്തിൻ്റെ ഉദരത്തിലെത്തി. അത് വിഴുങ്ങി, കീറി മുറിച്ചു എന്നല്ല, വിഴുങ്ങി. നിങ്ങളെ ചില പ്രതിസന്ധികളൊക്കെ വല്ലാതെ വിഴുങ്ങാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ഇതിനകത്ത് ഇത് വിഴുങ്ങുമോന്ന്. അങ്ങനെ വാ പൊളിച്ചാണ് നിൽക്കുന്നത്. വിഴുങ്ങാൻ വരുന്നത് വാ പൊളിച്ച്, ഇരയുടെ വലിപ്പത്തിനനുസരിച്ച് വാ പൊളിച്ച ഒരു പാമ്പ് ഒരു എലിയെയാണ് വിഴുങ്ങുന്നതെങ്കിൽ അത്രയും വാ പൊളിക്കും. അല്ലെങ്കിൽ അതിനേക്കാൾ വലിയൊരു ഇരയാണ്, അത്രയും വാ പൊളിക്കും. എന്നിട്ട് സങ്കീർത്തകൻ പറയുക, ജനങ്ങൾ മുഴുവൻ നമുക്കെതിരെ നിരന്നപ്പോൾ, പ്രതിസന്ധികൾ നമുക്കെതിരെ വാ പൊളിച്ചപ്പോൾ അതിൽ നമ്മൾ വിഴുങ്ങിപ്പോ, അതിൽ നമ്മൾ തീർന്നു പോകുമായിരുന്നു. എഴുതിയിരിക്കുകയാണ്, കർത്താവ് നമ്മുടെ പക്ഷത്തില്ലായിരുന്നെങ്കിൽ, ദൈവം നമ്മുടെ പക്ഷത്തില്ലേ. രോഗം നിങ്ങൾക്ക് വന്നിട്ടുണ്ട്, പക്ഷെ രോഗം നിങ്ങളെ തീർത്തിട്ടില്ല. കടം നിങ്ങൾക്ക് വന്നിട്ടുണ്ട്, പക്ഷെ കടം നിങ്ങളെ തകർത്തിട്ടില്ല. എന്താ കാരണം? കർത്താവ് നിങ്ങളുടെ പക്ഷത്തുണ്ടായിരുന്നത് കൊണ്ട്. ദൈവം നിങ്ങളുടെ പക്ഷത്തില്ലായിരുന്നെങ്കിൽ നിങ്ങൾ അനുഭവിച്ച പല പ്രതിസന്ധികളിലും നിങ്ങൾ പൊടിഞ്ഞു പോകുമായിരുന്നു, നിങ്ങൾ തീർന്നു പോകുമായിരുന്നു, നിങ്ങൾ ചാരമായി പോകുമായിരുന്നു. കർത്താവ് നിങ്ങളുടെ പക്ഷത്തുണ്ടായിരുന്നത് കൊണ്ടാണ് നിങ്ങൾ ഇന്നും ആരോഗ്യത്തോടെയും സന്തോഷത്തോടെയും ദൈവകൃപയിൽ ആയിരിക്കുന്നതിന്റെ കാരണം. ദൈവം നമ്മുടെ പക്ഷത്തില്ലായിരുന്നെങ്കിൽ ശത്രുക്കളുടെ മുമ്പിൽ നമ്മൾ പതറിപ്പോയേനെ. കർത്താവിന്റെ പക്ഷത്തുണ്ടായിരുന്നു. ഹല്ലേലൂയ. ദൈവം എൻ്റെ പക്ഷത്തുണ്ട്. അതാണ് ഒരു കാര്യം പറയുന്നത്. ദൈവത്തെ സ്തുതിക്കണം. ദൈവം നമ്മുടെ പക്ഷത്തുള്ളോണ്ട് ദൈവത്തെ സ്തുതിക്കണം. അല്ല, ഇവിടെ എല്ലാം നമ്മൾ വല്ലാണ്ട് പോയരെ. ദൈവത്തെ സ്തുതിക്കുമ്പോൾ ഒരു പ്രത്യേകത, പുതിയ അനുഗ്രഹങ്ങൾ ദൈവം തരും. ഇനിയും സ്തുതിക്കാൻ കാരണങ്ങൾ ദൈവം തരും. സ്തുതിക്കുമ്പോൾ ഒരു പ്രത്യേകതയാ, ഇനിയും സ്തുതിക്കാൻ പുതിയ അനുഗ്രഹങ്ങൾ. ഹല്ലേലൂയ. സ്തുതിക്കുമ്പോൾ, ദൈവത്തിന് നന്ദി പറയുമ്പോൾ ഇനിയും ദൈവത്തെ സ്തുതിക്കാനുള്ള അനുഗ്രഹങ്ങളെ ദൈവം നിങ്ങളുടെ ഭവനങ്ങളിൽ തരും. ഇപ്പോഴും നമുക്ക് ദൈവത്തെ സ്തുതിക്കാനും ആരാധിക്കാനും എവിടെയൊക്കെയോ ഒരു മടിയും എവിടെയൊക്കെയോ ഒരു ലജ്ജയും കിടപ്പുണ്ട്. ദൈവത്തെ സ്തുതിക്കുമ്പോൾ ഇനിയും ദൈവത്തെ സ്തുതിക്കാനുള്ള അനുഗ്രഹങ്ങളെ ദൈവം തരും. സങ്കീർത്തനം 124 വായിക്ക്. ഇസ്രായേൽ പറയട്ടെ, ദൈവം നമ്മുടെ പക്ഷത്തില്ലായിരുന്നെങ്കിൽ, ഈ പ്രതിസന്ധികൾ നമുക്കെതിരെ ഉയർന്നപ്പോൾ നമ്മൾ ഇല്ലാതായി പോകുമായിരുന്നു. ഇസ്രായേൽ പറയട്ടെ, നിങ്ങളുടെ അയൽവാസികൾ പറയട്ടെ, നിങ്ങളെ നോക്കിയിട്ട് പറയട്ടെ, നിങ്ങളുടെ ആ പ്രതിസന്ധിയിൽ നിങ്ങൾ വല്ലാതെ വീണു പോകുമായിരുന്നു. ഇതുപോലെ പറയട്ടെ, നമ്മൾ തകർന്നു പോയേനേയും ദൈവം നമ്മുടെ പക്ഷത്തില്ലായിരുന്നെങ്കിൽ അവിടെ നമ്മൾ വിഴുങ്ങിക്കളയുമായിരുന്നു. ഈ പ്രശ്നം പറയട്ടെ, ദൈവം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് കൊണ്ടാണ്. ദൈവം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. മനസ്സ് തളർന്ന, ശരീരം തളർന്ന, ആലോചന തളർന്ന, ബുദ്ധിക്ക് വരെ ഒരു ക്ഷീണം പറ്റിയ, എന്തിനെന്ന് ചിന്തിച്ച കാലങ്ങൾ അന്നേരം ഒന്നും തളരാതിരുന്നത് കർത്താവ് നിങ്ങളുടെ പക്ഷത്തുണ്ടായിരുന്നത് കൊണ്ടാണ്. നിങ്ങൾ ഒരു പക്ഷേ വേറെ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവരും നല്ല ഒരു സാലറി മേടിക്കുന്ന, നല്ലൊരു സാലറിയൊക്കെ, ഇത് ദൈവം നിങ്ങളുടെ പക്ഷത്തുള്ളത് കൊണ്ടാണ്. നിങ്ങൾ നല്ലൊരു വീട് വച്ചെങ്കിൽ, നിങ്ങൾ നല്ലൊരു കാർ മേടിച്ചെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും നന്മകൾ സംഭവിച്ചിട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കയറി വന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ പ്രത്യേകത കൊണ്ടല്ല, ദൈവം നിങ്ങളുടെ പക്ഷത്തുണ്ടായിരുന്നത് കൊണ്ടാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് നേടാൻ കഴിയില്ലായിരുന്നു. ദൈവം നിങ്ങളുടെ പക്ഷത്തുണ്ടായിരുന്നത് കൊണ്ടാണ്. അടുത്ത വാക്കാണ്, 3-ാമത്തെ വാക്യം. അതെല്ലാം ഇങ്ങനെ സംഭവിച്ചപ്പോ ജീവനോടെ നമ്മെ വിഴുങ്ങിക്കളയുമായിരുന്നു. ചില കുടുംബ പ്രശ്നങ്ങളൊക്കെ ചിലരുടെ വീട്ടിൽ ജീവനോടെ വിഴുങ്ങിക്കളയാൻ തക്കതായ വിധത്തിൽ നിപ്പുണ്ട്. ഒത്തിരി പേരുടെ കുടുംബങ്ങളിൽ അങ്ങനെയാണ്. ജീവനോടെ വിഴുങ്ങിക്കളയാൻ തക്കതായ വിഷയങ്ങളുടെ നടുവിലാണ് അവർ ജീവിക്കുന്നത്. അത് പല രൂപത്തിലാണ്, പല രീതിയിലാണ്, പല സാഹചര്യങ്ങളുടെ രൂപത്തിലാണ്. ജീവനോടെ നിങ്ങളുടെ കുടുംബത്തെ തകർത്ത് കളയുന്ന പ്രശ്നങ്ങളാണ് വാവൊളിച്ചു നിൽക്കുന്നത്. ആരെ വിഴുങ്ങണം, എപ്പോൾ വിഴുങ്ങണമെന്ന് നോക്കി നിൽക്കുന്ന അവസ്ഥകളുണ്ടാകാം. പക്ഷെ ദൈവം നിങ്ങളുടെ പക്ഷത്തുള്ളത് കൊണ്ട്, ദൈവം നിങ്ങളുടെ പക്ഷത്തുള്ളത് കൊണ്ട് ശത്രു വാവൊളിച്ചത് വെറുതെയാവും.
ശത്രു വാ പൊളിച്ചത് വിഴുങ്ങാനാണ് വാ പൊളിച്ചത്, പക്ഷെ അത് ഇരയെ കിട്ടാതെ വാ അടയ്ക്കേണ്ടി വരും. അടുത്ത വാക്കുകൾ വളരെ അനുഗ്രഹമുള്ള വാക്കാണ്. 4-ാമത്തെ വാക്യം, ജലപ്രവാഹം നമ്മെ ഒഴുക്കിക്കളയുമായിരുന്നു, മലവെള്ളം നമ്മളെ മൂടിക്കളയുമായിരുന്നു, ആർത്തിരമ്പുന്ന പ്രവാഹം നമ്മുടെ മേൽ കവിഞ്ഞൊഴുകുമായിരുന്നു, നമ്മെ അവരുടെ പല്ലിന് ഇരയായി കൊടുക്കാതിരുന്ന കർത്താവ് വാഴ്ത്തപ്പെടട്ടെ. ഇതെല്ലാം ഈ പ്രശ്നങ്ങൾ വരുമ്പം അതിൽ അടിപ്പെട്ടു പോകുമായിരുന്നു. ഇവിടെ എഴുതിയിരിക്കുന്ന ചില ഉദാഹരണങ്ങൾ, ജലപ്രവാഹം, മലവെള്ളം എന്നൊക്കെ. ജലപ്രവാഹം ഒരു തോട്ടിലെയോ പുഴയിലെയോ ഒഴുക്കിനെയോ സംബന്ധിച്ച് ചേർത്ത് വയ്ക്കാവുന്ന ജലപ്രവാഹം എന്ന് പറഞ്ഞാൽ അളക്കാൻ കഴിയാത്ത അത്ഭുതപ്പെടുത്തുന്ന ജലത്തിൻ്റെ വെള്ളത്തിൻ്റെ ഒഴുക്കിനെയാണ് ജലപ്രവാഹം. അടുത്ത വാക്ക് ഉപയോഗിച്ച് മലവെള്ളപ്പാച്ചിൽ എന്നാണ്. അത് ഉരുളുപൊട്ടുമ്പോൾ മലയിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളം പോലെ ഭയപ്പെടുത്തുന്ന ഒരുപാട് വീടുകൾ, വലിയ മരങ്ങൾ, ഉയർന്നിരിക്കുന്ന ഒരുപാട് ബലമുള്ള മരങ്ങളെ വരെ വളരെ നിഷ്പ്രയാസം അതിനെ ഒടിച്ച് താഴെക്കളയാൻ ശക്തിയുള്ള മലവെള്ള പ്രവാഹം പോലെ പ്രതിസന്ധികൾ വന്നപ്പോഴും എഴുതിയിരിക്കുകയാണ് വാക്ക്, ദൈവം നമ്മളെ അതിനിരയായി കൊടുത്തില്ല. ഹല്ലേലൂയ. എത്രയോ കടബാധ്യതയുടെയും പ്രശ്നത്തിന്റെയും പ്രതിസന്ധികളുടെയും ഒക്കെ മുമ്പിലാണ് നിങ്ങൾ നിൽക്കുന്നെങ്കിലും ഓർത്തോ, അതിനിരയായി ദൈവം കൊടുക്കില്ല. നിങ്ങൾ പറയും അടുത്തയാഴ്ച ബാങ്കിൽ നിന്ന് നോട്ടീസ് വരും, അല്ലെ അടുത്തയാഴ്ച ജപ്തി വരും, അല്ലെങ്കിൽ ആ സംഭവം നടക്കത്തില്ല, ഇത് ശരിയാവത്തില്ല. ശത്രുവിന് ഇരയായി കൊടുക്കില്ല നമ്മുടെ ജീവിതത്തെ. ദൈവം നമ്മുടെ പക്ഷത്തുണ്ട്. നമ്മുടെ ബുദ്ധി നമ്മളോട് പറയും, നീ ശത്രുവിന് ഇരയായി പോകും, ഈ പ്രതിസന്ധിയുടെ അടിയിലായി പോകും, ഈ മലവെള്ള പ്രവാഹം വരുമ്പോൾ നിന്നെ ഒഴുക്കിക്കൊണ്ടുപോകും, നിന്റെ ജീവിതം തന്നെ താറുമാറാകും, പ്രശ്നങ്ങൾ ഗുരുതരമാകും. എന്നാൽ ഓർക്കുക, ദൈവം നിന്റെ പക്ഷത്തുള്ളത് കൊണ്ട് അതെല്ലാം ഒന്നും സംഭവിക്കില്ല. ദൈവം നിന്റെ പക്ഷത്തുള്ളത് കൊണ്ട് എഴുതിയിരിക്കുകയാണ്, ശത്രുവിന് ഇരയായി കൊടുക്കില്ല. ഒന്ന് മനസ്സിൽ പറ, എൻ്റെ ഈ സാഹചര്യത്തെ വെല്ലുവിളിക്കുന്ന വിഷയത്തെ നോക്കിയിട്ട് നിങ്ങൾ വിശ്വാസത്തിന്റെ വാക്കു പറ. ദൈവത്തിന് പ്രവർത്തിക്കാൻ ഒരു കാര്യം നിങ്ങളോട് പറയട്ടെ, പിറുപിറുപ്പിന്റെ ഒരു അന്തരീക്ഷമല്ല വേണ്ടത്. ഇതുപോലുള്ള വിശ്വാസത്തിന്റെ വാക്ക് പറഞ്ഞ് ഒരു അന്തരീക്ഷം നിങ്ങളുടെ ഭവനങ്ങളിലുണ്ടല്ലോ, ഇപ്പോൾ ഒരു ആത്മശക്തി വ്യാപരിക്കോടെ. ദൈവവചനത്തിലൂടെ നിങ്ങളുടെ കുടുംബങ്ങളിൽ ഇപ്പോൾ വ്യാപരിച്ചിരിക്കുന്നത് ആത്മശക്തിയാണ്, ദൈവവചനത്തിന്റെ ശക്തിയാണ്. അത് ദൈവപ്രവൃത്തി വെളിപ്പെടാനുള്ള അന്തരീക്ഷത്തിന് നല്ലൊരു അനുഗ്രഹമാണത്. പ്രിയപ്പെട്ട, പിറുപിറുത്തിരിക്കരുത്, പല്ല് കടിച്ചിരിക്കരുത്, വിമർശിച്ചുകൊണ്ടിരിക്കരുത്, കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കരുത്, അല്ലെങ്കിൽ ആരെക്കുറിച്ചെങ്കിലും വിമർശനങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കരുത്. ദൈവത്തെ ഇങ്ങനെയൊക്കെ ചെയ്ത് ദൈവം നമ്മുടെ പക്ഷത്തുണ്ടായിരുന്നത് കൊണ്ട്, ദൈവം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട്, ദൈവം നമ്മളെ അനുഗ്രഹിച്ചത് കൊണ്ട്, ദൈവം നമ്മളെ വഴി നടത്തിയത് കൊണ്ട് ഇങ്ങനെയുള്ള വിശ്വാസത്തിന്റെ വാക്കുകൾ പറ. മിനിമം നിങ്ങളുടെ കുടുംബത്തിൽ ഒരു ആത്മശക്തി വ്യാപരിക്കുന്ന ചില മിനിറ്റുകൾ ഉണ്ടാകട്ടെ. ദൈവപ്രവൃത്തി സംഭവിക്കുന്ന അന്തരീക്ഷം നിങ്ങൾ സൃഷ്ടിക്കണം. ഹല്ലേലൂയ. ഒരു വിശ്വാസിയാണ് സൃഷ്ടിക്കേണ്ടത് ദൈവപ്രവൃത്തി വെളിപ്പെടാനുള്ള അന്തരീക്ഷത്തെ. ഹല്ലേലൂയ. ദൈവപ്രവൃത്തി സംഭവിക്കാനുള്ള അന്തരീക്ഷത്തെ എത്ര പേർ സൃഷ്ടിച്ചിട്ടുണ്ട്? നിങ്ങൾ പ്രാർത്ഥനയോടെയാണോ, ആരാധനയുള്ള ഒരു ഭാവത്തോടെയാണോ നിങ്ങൾ ഇരിക്കുന്നത്? ദൈവപ്രവൃത്തി അവിടെ വെളിപ്പെടും. ഓർക്കുക, ഈ കാര്യങ്ങൾ പറയണം. അടുത്ത വാക്ക് ഇങ്ങനെയാണ്, വേടന്റെ കെണിയിൽ നിന്ന് പക്ഷികൾ എന്ന പോലെ നമ്മൾ രക്ഷപ്പെട്ടു, കെണി തകർന്നു, നാം രക്ഷപ്പെട്ടു. ഓർക്കുക ആ വാക്ക്, കെണി തകരും. നമുക്ക് മുമ്പിൽ നമ്മൾ പോലും കണ്ടിട്ടില്ലാത്ത പക്ഷിക്ക് കെണി വെക്കുന്നത് പക്ഷി നോക്കി നിൽക്കുമ്പോഴല്ല, മൃഗങ്ങൾക്ക് കെണി വെക്കുന്നത് മൃഗങ്ങൾ അവിടെ നിൽക്കുമ്പോഴല്ല ഇവിടെ കെണി ഒരുക്കുന്നത്. മൃഗങ്ങളൊന്നും ഇല്ലാത്തപ്പോഴാണ്, അറിയാതെ വന്ന് അതിൽ ചാടണം. അതിനാ കെണി. ആ വാക്കിൽ തന്നെ ആ വാക്കിന്റെ അർത്ഥമുണ്ട്, കെണി. അത് നമ്മൾ നോക്കി നിൽക്കുമ്പോഴല്ല. ഇതുപോലെ നമ്മൾ കാണുമ്പോൾ ഇല്ല ഒന്നും, പക്ഷെ നമുക്ക് വേണ്ടി ചില കെണികളുണ്ട് നമ്മുടെ മുമ്പിൽ. നമ്മൾ അറിയാതെ നമ്മൾ അതിൽ ചെന്ന് വീഴും. പക്ഷെ ദൈവം നമ്മുടെ പക്ഷത്തുള്ളത് കൊണ്ടുണ്ടോ, കെണി തകരും, നമ്മൾ രക്ഷപ്പെടും. കെണിയെ തകർക്കുന്ന നമ്മുടെ ബുദ്ധിയൊന്നുമല്ല, നമ്മുടെ ബാങ്ക് അക്കൗണ്ട് അല്ല, നമ്മുടെ എഡ്യൂക്കേഷൻ യോഗ്യതയൊന്നുമല്ല കെണിയെ തകർക്കുന്നത്. അത് ദൈവത്തിന്റെ സാന്നിധ്യമാണ്, ദൈവപ്രവൃത്തിയാണ്. എത്രയോ പേര് വലിയ മിടുക്കന്മാർ, വലിയ വലിയ മിടുക്കരാണെന്ന് ഭാവിച്ചിരുന്നവർ എത്രയോ കെണിയിൽ പെട്ടുപോയി. അവർ എത്രയോ മിടുക്കന്മാരായിരുന്നു, അവരെത്രയോ വലിയ ആളാണെന്നാണ് ഭാവിച്ചുകൊണ്ടിരുന്നത്, വലിയ വലിയ ആളാണെന്ന് അവർ സ്വയം ചിന്തിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ അവരൊക്കെ ചില കെണിയിൽപ്പെട്ടു. പക്ഷെ ചില ദൈവത്തിൽ ആശ്രയിച്ച് ഒരുപാട് പേരുണ്ടല്ലോ, കെണിയിൽ പെടേണ്ടതായിരുന്നു, പക്ഷെ കെണി തകർന്ന്, കെണി പോയി, ദൈവം അവരെ അത്ഭുതകരമായി രക്ഷപ്പെടുത്തു. എന്ന് എഴുതിയിരിക്കുന്ന വാക്കിങ്ങനെയാണ്, കെണി തകർന്നു, നമ്മൾ രക്ഷപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൽ ആശ്രയിക്കുന്ന നിങ്ങൾക്കെതിരെ എത്ര വലിയ കെണികൾ ഒരുക്കിയാലും ആ കെണിയിൽ നിങ്ങൾ ചെന്ന് വീഴില്ല. കെണി തകരും, നിങ്ങൾ രക്ഷപ്പെടും. നിങ്ങളുടെ ആ വാക്ക് നിങ്ങൾ പറയും, ഞാൻ രക്ഷപ്പെടും, ഞാൻ രക്ഷപ്പെടും, ഞാനും എൻ്റെ കുടുംബവും രക്ഷപ്പെടും.
ഞാനും എൻ്റെ കുടുംബവും രക്ഷപ്പെടും. കാരണം എൻ്റെ ദൈവം എൻ്റെ പക്ഷത്താണ്. ഹല്ലേലൂയ. എൻ്റെ കഷ്ടതയിൽ എന്നോട് ചേർന്നിരിക്കുന്ന ഒരു ദൈവം ഉള്ളതുകൊണ്ട് എനിക്കെതിരെ മലവെള്ളം വന്നു, എനിക്കെതിരെ ജലപ്രവാഹം വന്നു. നോക്കി നിന്നവരും കണ്ടു നിന്നവരും ഒപ്പമുണ്ടായിരുന്നവരും ദൂരെ നിന്ന് പറഞ്ഞു, ആ മലവെള്ളപ്പാച്ചിലിൽ അവൻ പോയി, ആ ജലപ്രവാഹത്തിന്റെ ഒഴുക്കിൽ ആ കുടുംബം തീർന്നു. പക്ഷെ അവർ പിന്നീട് കാണുന്നത് ഞാൻ തലയെടുപ്പോടെ ആരോഗ്യത്തോടെ തല ഉയർത്തി നിൽക്കുന്നത് കണ്ടപ്പോൾ അവർക്ക് പോലും മനസ്സിലായി ദൈവം അവന്റെ പക്ഷത്തുണ്ടായിരുന്നത് കൊണ്ടാ ഇത്രയും വലിയൊരു ജലപ്രവാഹം വന്നിട്ടും, ഇത്രയും വലിയൊരു കടബാധ്യത വന്നിട്ടും, ഇത്രയും വലിയൊരു രോഗം വന്നിട്ടും, ഇത്രയും വലിയൊരു പ്രതിസന്ധി അവനെതിരെ ചീറി അടുത്തു വന്നപ്പോഴും അവൻ പിടിച്ചു നിന്നത് ദൈവം അവന്റെ കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആദ്യം പറഞ്ഞൊരു വാക്ക് പറയട്ടെ, ശത്രുക്കള് പോലും വിമർശിക്കുന്നവർ പോലും പറയാൻ ഇടവരും എന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന്. ഹല്ലേലൂയ. ഞാൻ ആരാധിക്കുന്ന ആശ്രയിക്കുന്ന ദൈവം അത്രയും വലിയവനായ ദൈവമാണ്. അത്രയും വലിയവനായൊരു ദൈവത്തെയാ ഞാൻ ആശ്രയിക്കുന്നത്, പ്രാർത്ഥിക്കുക. ഒരേ ഒരു കാര്യം കൂടി പറഞ്ഞ് ഈ ഒരു സമയത്തിന്റെ അവസാന സമയത്തേക്ക് വരികയാണ്. പ്രിയപ്പെട്ടവരെ, ആ ഒരു കാര്യം ഇതാണ്. ഞാൻ നിങ്ങളോട് മുമ്പേ പറഞ്ഞു, ധ്യാന കേന്ദ്രങ്ങളെയും ധ്യാന ഗുരുക്കന്മാരെയും പ്രാർത്ഥിക്കുന്നവരെയും ആശ്രയിക്കുന്നത് നിർത്ത്. എന്നിട്ട് ദൈവത്തിൽ ആശ്രയിക്കാൻ പഠിക്ക്. ഇങ്ങനെ പഠിച്ച ആള് പഴയ നിയമത്തിൽ ഒരാളുണ്ട്, ആ ആളെ പരിചയപ്പെടുത്താൻ പോവാണ്. ഒരു പ്രതിസന്ധി വന്നപ്പോ പ്രവാചകന്റെ അടുത്തേക്കല്ല ഓടിയത്, തന്നെ ദൈവത്തിൽ ആശ്രയിച്ച് ശക്തിപ്പെട്ടു. അങ്ങനെ എത്ര പേര് വിശ്വാസത്തിൽ വളർന്നു, അങ്ങനെ എത്ര പേർ ദൈവത്തോടുള്ള ബന്ധത്തിൽ വളർന്നു. അവിടെയാ വിജയം. ഇത് എന്നറിയാമോ, യൂട്യൂബിലൊക്കെ ഇഷ്ടം പോലെ പ്രസംഗങ്ങളാണ്. ഇംഗ്ലീഷ് ഏത് ഭാഷയിൽ വേണേലും ഉണ്ട്, ഇഷ്ടം പോലെ പ്രസംഗങ്ങളാണ്. ഇതിങ്ങനെ കേട്ടോണ്ടിരിക്കുമ്പോൾ ഒരു ധൈര്യമുണ്ട്, ഒരു കുളിരുണ്ട്, ഒരു അനുഭവമുണ്ട്. ഭയങ്കര നല്ലതായിരുന്നു ഒക്കെ പറയും. ഇത് കുറെ പേർക്ക് അയച്ചു കൊടുക്കും. ഇത് കഴിയുമ്പോഴും വീണ്ടും പഴയ പോലെയാണ്, വീണ്ടും പഴയ പോലെയാ. വീണ്ടും അവർ ശക്തിപ്പെടണമെങ്കിൽ ഇത് ഓൺ ചെയ്യണം, നെറ്റ് വേണം, വീണ്ടും ഇത് ഡൗൺലോഡ് ചെയ്ത് വീണ്ടും കേൾക്കുമ്പോൾ കുറച്ച് നേരത്തേക്ക് ഓക്കെയാണ്. നിങ്ങൾ പ്രതിസന്ധി വരുമ്പോൾ നിങ്ങൾ യൂട്യൂബിലെ പ്രസംഗം അന്വേഷിച്ച് പോകാതെ നിങ്ങളുടെ ഉള്ളിലുള്ള ദൈവത്തോടുള്ള ബന്ധത്തിൽ അത് വളരെ, ബൈബിൾ എഴുതിയിട്ടുണ്ട്, ഒരു വ്യക്തി ദാവീദാണ്. പ്രതിസന്ധി ഉണ്ടായപ്പം, വലിയൊരു പ്രതിസന്ധിയിൽപ്പെട്ടപ്പോൾ അവൻ തൻ്റെ ഉള്ളിലെ യഹോവയെ ആശ്രയിച്ച് അവൻ അതിനെ അതിജീവിച്ചു. ഹല്ലേലൂയ. അതാണ് 30-ാം അധ്യായം എഴുതിയിരിക്കുന്നത്. 1 സാമുവേലിന്റെ പുസ്തകത്തിൽ 30-ാമത്തെ അധ്യായം അമലേക്കരുമായുള്ള യുദ്ധത്തിൽ മനസ്സ് തളർന്ന ഒരു ദാവീദിനെ കാണാൻ പറ്റും. ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. അതിന് 29-ാമത്തെ അധ്യായം വായിച്ചാൽ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് പിടികിട്ടും. ഏത് അന്തരീക്ഷത്തിൽ നിന്ന് ദാവീദ് അവിടെ പോയി എത്തിയ 30-ാം അധ്യായത്തിൽ ഏത് അന്തരീക്ഷത്തിൽ നിന്നാണ് ദാവീദിനെ ഒപ്പം ഉണ്ടായിരുന്നവർ മുഴുവൻ ഒഴിവാക്കിയ ഒരു അന്തരീക്ഷത്തിൽ അവനെ നമുക്ക് വേണ്ടെന്നും പറഞ്ഞ് കൂട്ടായ്മയിൽ നിന്ന് പറഞ്ഞു വിട്ടൊരു സാഹചര്യമാണ്. 29-ാം അധ്യായം 30-ാമത്തെ അധ്യായം മനസ്സ് തളർന്നൊരു ദാവീദാണ് അതിനെക്കുറിച്ച് എഴുതിയിരിക്കുന്നത്. 2-ാമത്തെ അധ്യായം 2-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അറിയാൻ പറ്റും, ദാവീദും അനുയായികളും തിരിച്ചു ചെല്ലുമ്പം സ്ത്രീകളെയും പ്രായഭേദമന്യേ മറ്റുള്ളവരെയും തടവുകാരായ ശത്രുക്കൾ പിടിച്ചോണ്ടുപോയി. ദാവീദ് അനുയായികളും നഗരത്തിലെത്തിയപ്പോൾ തീ കത്തിച്ചതായും തങ്ങളുടെ ഭാര്യമാരെയും പുത്രീപുത്രന്മാരെയും അടിമകളെയും പിടിച്ചോണ്ടു പോയതായിട്ടും ദാവീദ് കണ്ടു. ഒരു മനുഷ്യന്റെ തൻ്റെ സമ്പാദ്യവും സമ്പത്തെന്ന് കരുതിയത് മുഴുവൻ തീ വെച്ചങ്ങോട്ട് നശിപ്പിക്കുകയും ചെയ്തു. ഭാര്യയും മക്കളെ എല്ലാം പിടിച്ചുകൊണ്ട് അടിമകളായി കൊണ്ടേ ഒന്നുമില്ല തിരിച്ചു വരുമ്പോൾ. എന്നിട്ട് ദാവീദ് കരയുന്നതാണ് 5-ാമത്തെ വാക്യത്തിൽ. 4-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ദാവീദും അനുയായികളും ശക്തി കെടുന്നത് വരെ കരഞ്ഞു. അങ്ങനെ കരയുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ആരെങ്കിലും? അങ്ങനെയൊക്കെ ചില സമയത്ത് സാധാരണ കരച്ചിലല്ലത്. ഒരാളുടെ 70 കിലോ ഉള്ള ഒരാൾ, അല്ലെങ്കിൽ 80 കിലോ ഉള്ള ഒരാൾ, അയാളുടെ ശക്തി മുഴുവൻ കെട്ട് തളർന്നു വീഴുന്നത്രയും കരയുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ചില മരണ വീടുകളിൽ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാകാം. ചില അപ്രതീക്ഷിതമായ ചില മരണങ്ങൾ സംഭവിച്ച വീടുകളിൽ പ്രിയപ്പെട്ടവർ കരഞ്ഞ് തളരുന്ന, അതുപോലെ ദാവീദ് ഇവിടെ കരഞ്ഞു തളർന്നു. ദാവീദ് അനുയായികളും ശക്തി കെട്ട് വീഴുന്നത് വരെ കരഞ്ഞു. ഒരു പ്രത്യേക അവസ്ഥയിൽ എന്ന് പറഞ്ഞാൽ ശരീരവും തളർന്നു, മനസ്സും തളർന്നു. അന്നത്തെ കാലത്ത് ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോം ഒന്നുമില്ല. അന്നൊന്നും ഇങ്ങനെ കേട്ട് 5 മിനിറ്റത്തേക്ക് കേട്ടു, 10 മിനിറ്റ് ശക്തിപ്പെട്ടു, അരമണിക്കൂർ കേട്ടു, 1 മണിക്കൂർ ശക്തിപ്പെട്ടു. അങ്ങനെയൊന്നുമില്ല. അത്രയും കരഞ്ഞ് തളർന്ന് വീണുപോയാണ്. ആ വാക്കൊന്നും കൂടെ വായിക്കൂ. ഇത് നമ്മുടെ അനുഭവം കൂടിയാ. ദാവീദും അനുയായികളും ശക്തി വിടുന്നത് വരെ തളർന്ന് കരഞ്ഞു. എന്നിട്ട് അതിൻ്റെ താഴെ എഴുതിയിരിക്കുന്ന ഒരു വാക്കുണ്ട്, 7-ാമത്തെ വാക്യം, അതിൻ്റെ 2-ാമത്തെ വാക്യം, 6-ാമത്തെ വാക്യത്തിന്റെ അവസാനം, ദാവീദ് അത്യധികം ദുഃഖിതനായി തങ്ങളുടെ പുത്രീപുത്രന്മാരെ ഓർത്തൊക്കെ കരഞ്ഞു. എന്നാൽ അവൻ തന്റെ ദൈവമായ കർത്താവിൽ ശരണം വെച്ചു. ഹല്ലേലൂയ. ഇതാണ് വിശ്വാസത്തിന്റെ വളർച്ച. അന്നേരെ ദാവീദ് തലയെടുപ്പുള്ള ഒരു പ്രവാചകന്റെ അടുത്തേക്ക് ഒരൊറ്റ ഓട്ടം ഓടും.
അനുയായികളെ വിട്ട് പ്രവാചകന്മാരെ വിളിപ്പിക്കുകയോ ഒന്നും ചെയ്തില്ല. ആരും തലയെ കവിച്ച് പ്രാർത്ഥിക്കാൻ ഒരു റവറൻ ഡോക്ടറെയും വിളിച്ചില്ല, ആരെയും വിളിച്ചില്ല. ദാവീദ് തന്നെ കർത്താവിൽ ശരണം വെച്ചു. ദൈവത്തിൽ ഇതാണ് വിശ്വാസത്തിൽ വളരുക, ദൈവാശ്രയത്വത്തിൽ വളരുക എന്ന് പറഞ്ഞു. ഒരു പ്രശ്നം വരുമ്പോൾ ഫോണിൽ സൂക്ഷിച്ചിരിക്കുന്ന കുറേ പ്രാർത്ഥിക്കുന്ന ആളുകളുടെ നമ്പറുണ്ട്, അന്നേരം കറക്കി വിളിക്കലാണ്. അവിടെ വിളിച്ചു, പിന്നെ അവിടെ വിളിച്ചു, പിന്നെ ഒരു ആലയത്തിൽ 8 ഫോണുണ്ട്, 8 ഫോണിലേക്കും വിളിക്കും. അങ്ങനെ അതിൽ ശക്തി. അത് വിശ്വാസത്തിൽ വളർച്ചയല്ല. വിശ്വാസത്തിൽ വളരാൻ മലവെള്ളപ്പാച്ചിൽ വരുമ്പോഴും വലിയ പ്രതിസന്ധികൾ വരുമ്പോഴും കരയുമായിരിക്കാം, തളരുമായിരിക്കാം, വീണു പോകുമായിരിക്കും, ശക്തി കെടുന്നത് വരെ ചിലപ്പോൾ കരയുമായിരിക്കാം. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ തൻ്റെ ദൈവമായ യഹോവയിൽ ആശ്രയിച്ച് അതിനെ അതിജീവിച്ച് അതിൻ്റെ മേലെ നിൽക്കും. അങ്ങനെ നിൽക്കാൻ പഠിക്കുമ്പോഴാണ് നമ്മുടെ വിശ്വാസ ജീവിതവും ദൈവത്തോടുള്ള ബന്ധത്തിലുള്ള ജീവിതവും അനുഗ്രഹമാകുന്നത്. ഹല്ലേലൂയ. ഫോണിൽ കുറെ ആളുകളുടെ പ്രസംഗം ഡൗൺലോഡ് ചെയ്ത് വെച്ചു എന്നോർത്ത് കാര്യമൊന്നുമില്ല. കുറേ പ്രസംഗം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കേട്ടു എന്നോർത്ത് കാര്യം. അത് കേട്ട് കഴിഞ്ഞ് നാളെ കറണ്ടും ഇല്ല, നെറ്റും ഇല്ലാതിരുന്ന് കേൾക്കാതിരിക്കുമ്പോൾ ഒന്നും ഇല്ലാണ്ടായി പോകും. ഈ കേൾക്കുന്ന വചനം നിങ്ങളിത് കണ്ടിന്യൂസ് എന്നും കേൾക്കണം. മരണം വരെ ഇങ്ങനെ കേട്ടോണ്ടിരിക്കാൻ വേണ്ടിയല്ല. നിങ്ങളിത് കേൾക്കുമ്പോൾ നിങ്ങൾ തന്നെ ദൈവത്തിൽ ആശ്രയിച്ച് ശക്തിപ്പെടാൻ പഠിക്കുക. യോഹന്നാൻ ശ്ലീഹ പറഞ്ഞില്ലേ, എൻ്റെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവൻ. ആ ദൈവത്തിൽ ആശ്രയിക്കുക. ഈ മറ്റുള്ള ആശ്രയങ്ങളൊക്കെ കുറയ്ക്കുക, മറ്റുള്ള ഓട്ടങ്ങൾ കുറയ്ക്കുക, മറ്റുള്ള ആശ്രയത്തെ നിങ്ങൾ കുറയ്ക്കുക. ആശ്രയിച്ചുകൊണ്ടിരിക്കുന്നവൻ എപ്പോഴും ഇങ്ങനെ എപ്പോഴും ആശ്രയിച്ചുകൊണ്ടിരിക്കും. തന്നെ ദൈവത്തിൽ ആശ്രയിക്കാൻ നിങ്ങൾ പഠിച്ചാൽ പോരാ, നിങ്ങളുടെ തലമുറകളെയും പഠിപ്പിക്കണം ദൈവത്തിൽ ആശ്രയിക്കുക. അതിനുള്ള കൃപാവരത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ കിട്ടിയ ഈ സമയം ഒട്ടും നഷ്ടപ്പെടുത്താതെ നമുക്ക് പ്രയോജനപ്പെടുത്താൻ കഴിഞ്ഞതിനെ ഓർത്ത് നമുക്ക് ദൈവത്തോട് നന്ദി പറയാം. ഞാൻ നിങ്ങളെ വചനം കേൾക്കാൻ മാത്രമല്ല പഠിപ്പിച്ചത്, ദൈവത്തിൽ ആശ്രയിക്കാൻ പഠിപ്പിക്കുകയാണ് ചെയ്തത്. 99 നന്മ ചെയ്താലും ഒരു ചെറിയ തെറ്റ് ചെയ്താൽ ആ തെറ്റിനെ ലോകം മുഴുവൻ കീർത്തിക്കും, ലോകം മുഴുവൻ നമ്മളെ കുറ്റപ്പെടുത്തും, ലോകം മുഴുവനുള്ള ഗ്രൂപ്പുകളിലേക്ക് അത് വിട്ട് നമ്മളെ തകർക്കുന്ന ലോകത്തിലാണ് ജീവിക്കുന്നത്. പക്ഷെ ദൈവത്തിൻ്റെ മനസ്സങ്ങനെയല്ല. ദൈവത്തിൻ്റെ മനസ്സങ്ങനെയല്ല. നമ്മളെ ചേർത്ത് നിർത്തുന്നവനാണ് ദൈവം. നമ്മളെ തകർക്കുന്നവനല്ല, എഴുന്നേൽപ്പിക്കുന്നവനാണ്. നിങ്ങളെക്കുറിച്ച് നല്ലത് പറയാൻ ആരുമില്ല എന്നോർത്ത് വിഷമിക്കുകയൊന്നും വേണ്ട. നിങ്ങളെക്കുറിച്ച് നല്ലത് പറയാൻ ആരുമില്ല എന്നോർത്ത് വിഷമിക്കേണ്ട ഒരുപാട് പേരുടെ വിഷമമാണ് കേട്ടോ. ചിലപ്പോഴൊക്കെ എൻ്റെയും വിഷമമാണ്, ചിലപ്പോൾ എൻ്റെ കൂടെയുള്ളവരുടെയും വിഷമമാണ്, പല പ്രിയപ്പെട്ടവരുടെയും വിഷമമാണ്. എന്നെക്കുറിച്ച് ആരും നല്ലത് പറയുന്നില്ല. ഈ പരിശുദ്ധ അമ്മയെക്കുറിച്ചൊരു വാക്കുണ്ട്, ലൂക്കാസ് സുവിശേഷത്തിൽ എഴുതിയിട്ടുണ്ട്. മറിയത്തിൻ്റെ അടുത്ത് ദൈവത്തിൻ്റെ ദൂതൻ വന്ന് പറഞ്ഞു, സ്ത്രീകളിൽ നീ ഭാഗ്യവതി, നീ ഒരു പുത്രനെ പ്രസവിക്കും, അവന് യേശു എന്ന് പേരിടണം. ഇതൊക്കെ എപ്പോഴാണെന്നറിയോ? വിവാഹത്തിന് മുമ്പേ. അങ്ങനെ ഒരു സാഹചര്യം വരുമ്പം ഒരൊറ്റയാളും ആളുടെ കൂടെ നിൽക്കത്തില്ല. ആരും നല്ലത് പറയത്തില്ല, ആരും ഭക്തിയും പറയുകയില്ല, ആരും പുണ്യവും പറയില്ല, ആരും എല്ലാവരും കുറ്റപ്പെടുത്താനേ നോക്കുള്ളൂ. എന്നിട്ടും വചനത്തിൽ എഴുതിയിട്ടുണ്ട്, ലൂക്കാസ് സുവിശേഷത്തിൽ മറിയത്തിൻ്റെ കീർത്തനത്തിൽ എഴുതിയിട്ടുണ്ട്. എന്നെ എഴുതിയെന്നറിയാമോ? ആ വാക്യം ഒന്ന് വായിക്കാം. ലൂക്കാസ് സുവിശേഷത്തിൽ എഴുതിയിട്ടുണ്ട്. പരിശുദ്ധ അമ്മ സ്വയം പറയുവാണ്. ആരും നല്ലത് പറയാനില്ലേലും സ്വയം ദൈവനാമത്തിൽ നമ്മൾ ചില നന്മകൾ പറയണം. ലൂക്കാസ് സുവിശേഷത്തിൽ എഴുതിയിട്ടുണ്ട്. അതിൻ്റെ 2-ാം അധ്യായത്തിൽ മറിയത്തിൻ്റെ കീർത്തനമാണ്. ആ കീർത്തനത്തിലാണ് അത് എഴുതിയിരിക്കുന്നത്. 2-ാം അധ്യായം മറിയം പറയുവാണ്, ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. സ്വയം അങ്ങ് പറഞ്ഞു നല്ലത്. നിങ്ങളെക്കുറിച്ച് ആരും നല്ലത് പറയാനില്ലേലും ദൈവനാമത്തിൽ സ്വയം നല്ലത് പറഞ്ഞൂടാ. മറിയത്തെക്കുറിച്ച് നാട്ടുകാർ പറഞ്ഞതല്ല, മറിയത്തിൻ്റെ കീർത്തനം എഴുതിയിരിക്കുകയാണ്, ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. ആമേൻ. നിങ്ങളെക്കുറിച്ച് ലോകത്തിൽ ആരും നല്ലത് പറഞ്ഞില്ലേലും വിശ്വാസത്തിലിരിക്കുന്ന ഒരു വിശ്വാസി, ദൈവഭക്തനായൊരു മനുഷ്യ, ദൈവത്തിൽ ആശ്രയിക്കുന്ന കുടുംബമേ, നിങ്ങൾ സ്വയം പറ, ദൈവത്തിൽ ആശ്രയിക്കുന്ന ഞാൻ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ഒരാളാണ്, ദൈവത്തിന് വേണ്ടപ്പെട്ട ഒരാളാണ് ഞാൻ, എൻ്റെ ഉള്ളിൽ ദൈവമുണ്ട്. മറിയം പറഞ്ഞില്ലേ, എൻ്റെ കൂടെ നിൽക്കാൻ ഇനി ആരും ഉണ്ടാവില്ല, എന്നെ എല്ലാവരും കുറ്റപ്പെടുത്തും, ഇതിൻ്റെ ഒന്നും തിയോളജിക്കൽ വശമൊന്നും ആരും മനസ്സിലാക്കിയത് വരില്ല, എന്തു ചെയ്യും, എങ്ങനെ ചെയ്യും, സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തുടർന്നുള്ള സമയങ്ങളും ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. പരസ്പരം മത്സരിച്ചു കൊണ്ടിരിക്കേണ്ട സമയമല്ലിത്, പരസ്പരം വാശി കാണിക്കേണ്ട സമയവുമല്ല, പരസ്പരം ഒരുമിച്ച് നിന്ന് ദൈവത്തിൽ ആശ്രയിക്കേണ്ട സമയമാണ്, ദൈവത്തെ ആരാധിക്കേണ്ട സമയമാണ്,
നിങ്ങളുടെ കുടുംബങ്ങളെ തുടർന്നുള്ള പ്രാർത്ഥനയുടെ സമയത്തൊക്കെ ദൈവത്തിന് പ്രവർത്തിക്കാൻ പറ്റിയ ഒരു നല്ല അന്തരീക്ഷമുണ്ടാകട്ടെ. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കുന്നു. ആമേൻ.